ഞാൻ ചിലരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. വെറുതെ എന്റെ കയ്യില് നിന്റെ കൈവച്ചതുകൊണ്ട് കാര്യമില്ല. ചിന്നുവിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നീ തള്ളിക്കളയുന്നു എന്ന് എനിക്ക് സത്യം ചെയ്യണം. ഇനി നീ അവളെ കാണില്ലെന്നും അവളോട് സംസാരിക്കില്ലെന്നും എന്നോട് സത്യം ചെയ്ത് പറയണം. ദക്ഷയുടെ കഴുത്തിൽ നീ തന്നെ താലി ചേർത്തുമെന്നും ജീവിത അവസാനം വരെ അവളെ നിന്റെ ഭാര്യയായി സന്തോഷത്തോടെ കൂടെ കൊണ്ട് നടക്കുമെന്നും നീ എനിക്ക് വാക്ക് തരണം. എനിക്ക് വാക്ക് നൽകാനാവില്ലെങ്കിൽ എന്നെ നീ വിട്ടേക്ക്. എന്നെ ചാകാനെങ്കിലും അനുവദിക്ക്. അബദ്ധമൊന്നും കാണിക്കരുത്. അമ്മ ഞാൻ പറയുന്നത് കേൾക്ക്. അമ്മ 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 ഞാൻ ചിലരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. അവളുമായി യാതൊരു സൗഹൃദവും പുലർത്തില്ല. അമ്മയുടെ ആഗ്രഹപ്രകാരം ദക്ഷ ഞാൻ ഭാര്യയെ സ്വീകരിച്ചോളാം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? രമേശി ഒരു വാക്കു പറഞ്ഞ് മഹി അത് പാലിച്ചിരിക്കും. രമേശിയുടെ വാക്ക് മറികടന്ന് അവനൊന്നും ചെയ്യില്ല. ചില പഠിച്ച കളികൾക്ക് അത് സാധിച്ചു എന്ന് വരും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ രമാമായിക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുള്ളൂ. ഇനി അവരെ ചതിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിരിക്കുന്നു. നാളെ തന്നെ നിങ്ങളുടെ വിവാഹ നിശ്ചയം നടക്കും. അധികം താമസമില്ലാതെ തന്നെ കല്യാണവും. ഇനിയും ഈ വാക്കുകൾക്ക് വ്യത്യാസമുണ്ടാവില്ല. വാ ഇങ്ങോട്ട്.
എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. സീത ഇവിടെ ഉണ്ടാവുമല്ലോ. ഞാൻ പോയി വീട്ടിലെ ജോലികളെല്ലാം പെട്ടെന്ന് തീർത്തിട്ട് നമുക്ക് വേണ്ട ആഹാരം എടുത്തോണ്ട് വരാം. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ ചിന്നിമോളെ. ഞാൻ കണ്ണു തുറന്നൊന്നും എനിക്ക് മാഷിനെ കാണണമെന്നും പറഞ്ഞില്ലേ ചന്ദ്രമ്മേ? മഹിയുടെ ഫോൺ സ്വിച്ച് ഓഫാ മോളെ. ഫോൺ ചാർജ് തീർന്ന കാര്യം മഹി ചിലപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഊണും ഉറക്കവും ഇല്ലാതെ ഇത്രയും ദിവസം ഇവിടെ നിനക്ക് വേണ്ടി കാവല് നിന്നതല്ലേ. നല്ല ക്ഷീണം ഉണ്ടാവും പാവത്തിന്. മാഷിനോട് എന്നെ കാണാൻ വരാൻ പറയണം. പിന്നെ ഡയറി എടുക്കുന്ന കാര്യം ചന്ദ്രമ്മ മറക്കല്ലേ? ഇല്ല മോളെ, ഞാൻ അവിടെ എത്തിയ ഉടനെ മഹി ഇങ്ങോട്ട് അയക്കാം. ഞാൻ വരുമ്പോ നിന്റെ ഡയറിയും കൊണ്ടുവരാം, പോരെ? എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരട്ടെ സീതേ. ഞാനും പേടിച്ചമ്മേ. ഇവരുടെയൊക്കെ ഇടയില് അമ്മയെ തനിച്ചാക്കി പോകേണ്ടി വരുമെന്ന് ഞാനും പേടിച്ചു.